അഭിഭാഷക ടി ബി മിനി നമുക്കുമുണ്ട്. ശ്രീമതി മിനി, ഇപ്പോൾ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടായിരുന്നു, ആക്രമണ കാരണത്തിനും വ്യക്തമായ തെളിവുണ്ടായിരുന്നു, വിചാരണ കോടതി തെളിവുകളെ തെറ്റായ നിലയിലാണ് പരിഗണിച്ചത്. നേരത്തെ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതിൽ ഉചിതമായൊരു ഇടപെടലല്ലേ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പൊതുസമൂഹം ഞങ്ങളിപ്പോ കേസ് നടത്തിയപ്പോ ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ തെളിവുകൾ നമ്മൾ കൊടുത്ത അതേ നിലയിൽ കോടതി അതിനെ പരിഗണിച്ചില്ല എന്ന് തന്നെയാണല്ലോ പ്രോസിക്യൂഷന്റെ എപ്പോഴത്തെയും അപ്പീലിലെ വാദം എന്ന് പറയുന്നത്. അതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അപ്പീലിന്റെ കോപ്പി കിട്ടിയോന്ന് എനിക്കറിയില്ല. എന്തായാലും ആ തെളിവുകൾ ഹൈക്കോടതി പരിഗണിക്കട്ടെ, നോക്കട്ടെ എന്നുള്ളതാണ്. അതിന് ശക്തമായി തന്നെ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന നിലയിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ആദ്യം പറഞ്ഞ സെന്റൻസ് കറക്റ്റ് അല്ല. ഇതില് വൈകിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലായി. 90 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ പോരെ. അപ്പൊ നമ്മൾ ഇൻ ടൈം ഇത് 1700 ചില്ലാൻ പേജ് ഉണ്ടായ ഒരു ജഡ്ജ്മെന്റിന്റെ അപ്പീൽ കൊടുക്കുമ്പോൾ, അതും വെറുതെ വിട്ട ഒരു പ്രതിക്കെതിരെ അപ്പീൽ കൊടുക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ലല്ലോ വെറുതെ വിട്ടേക്കുന്നത്. അപ്പോ അതൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇൻ ടൈമാണ്. അത് സമയം അതിക്രമിച്ചിട്ടില്ല, ഡിലേ പെറ്റീഷൻ ഇല്ല. 90 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ പോരായിരുന്നോ? അത് കറക്റ്റ് ടൈമിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോ അത് തെറ്റിദ്ധരിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് കേട്ടാ. മാത്രമല്ല, ഈ ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഇപ്പോൾ പൾസർ സുനിയുടെ ഉൾപ്പെടെ ശിക്ഷ ഉയർത്തണമെന്നൊരു ആവശ്യം കൂടി ഉണ്ടല്ലോ. കാരണം ശിക്ഷിക്കപ്പെട്ടവർക്ക് പെട്ടെന്ന് കൊടുക്കാം. അവരെ സെന്റൻസ് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ അപ്പീലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ വെറുതെ വിട്ട ഒരാൾക്കെതിരെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പീല് അതീവ ഗൗരവമുള്ളതും വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതുമാണ്. അത് ഇൻ ടൈമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗൗരവതരമായ നിയമപരിശോധനകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഈ അപ്പീൽ സമർപ്പിക്കുന്നത്. ഒരു നീതിപൂർവമായ ഇടപെടൽ ഈ അപ്പീലിന്റെ തുടർച്ചയായി ഉണ്ടാകും, ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന ഉത്തമമായ ബോധ്യം അങ്ങേക്കുമുണ്ടോ? അങ്ങനെയല്ല. അതിനിപ്പോ നമുക്ക് ഈ സ്റ്റേജിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പൊ നമ്മൾ ഒരു കോടതി സംശയാതീതമായി, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ക്രിമിനൽ കേസുകളെ സംബന്ധിച്ച് സംശയത്തിന് അതീതമായി പ്രോസിക്യൂഷൻ കേസ് തെളിയിച്ചാൽ മാത്രമേ ഒരു പ്രതിനെ ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടിൽ സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതീതമായി പ്രോസിക്യൂഷന് ശിക്ഷിക്കാൻ പറ്റാത്തത് തെളിയിക്കാൻ പറ്റിയില്ല എന്ന കാഴ്ചപ്പാട് ലോവർ ജുഡീഷ്യറി എടുത്തത് കൊണ്ടാണ് അയാളെ താൽക്കാലികമായി വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പൊ വെറുതെ വിട്ടൊരു പ്രതിക്കെതിരെ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ ഒരു തരത്തിലും വിടാൻ പാടില്ല എന്ന് പറയുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാർക്ക് വരും, പ്രോസിക്യൂഷന് വരും, അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്ന ആളുകൾക്ക് വരും. അപ്പൊ അത് നമ്മളുടെ ഈ കേസിൽ ഇപ്പൊ 60 ദിവസമല്ല, നമുക്ക് 90 ദിവസമാണ്. പക്ഷെ എന്നാലും അവര് സമയത്തിനുള്ളിൽ അത് ചെയ്തു എന്ന് പറയുന്നത് ആ സർക്കാരിന്റെ അതിനോടുള്ള നിലപാടിന്റെ വ്യക്തതയാണ്. നന്ദി ശ്രീമതി ടി ബി മിനി ഭാഷ പ്രതികരിച്ചതിന്.